എല്ലാവർക്കും മല്ലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബൈക്കർ എന്ന സ്വന്തം പുണ്യാളൻ, ആട് 3 എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബൈക്കർ എന്ന സിനിമയെ പറ്റിയാണ്. ബൈക്കർ ഒരു ഹൈ സ്പീഡ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. കഥ ഒരു യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് നടന്നു പോകുന്നത്. ബൈക്കിനോട് വലിയ പാഷനുള്ള ഒരു യുവാവിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. ബൈക്കറിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT ഏപ്രിൽ മാസം അവസാനം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ലോറൻസ് ഓഫ് പഞ്ചാബ് എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. OTT അപ്ഡേറ്റ് ഈ മാസം അവസാനം തന്നെ ഉണ്ടാവും. ജിയോ ഹോട്ട്സ്റ്റാറോ C5ഉമായിരിക്കാം ഈ ഒരു സിനിമയെ OTT റിലീസ് ചെയ്യുന്നത്. ലോറൻസ് ഒരു ഡോക്യുമെന്റ് ക്രൈം ബയോഗ്രഫി സിനിമയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, ജേർണലിസ്റ്റുകൾ, അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നിവരും ഈ ഒരു സിനിമയിൽ കാണപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ഈ മാസം അവസാനം തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദി കേരള സ്റ്റോറി 2 എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 1 C5ലാണ് ദി കേരള സ്റ്റോറി 2ന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആട് 3 എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഷാജി പാപ്പനും ഷാജി പാപ്പന്റെ ഗാങ്ങും ഒരു ടൈം ലൂപ്പിൽ അകപ്പെടുന്നു. അതിനെപ്പറ്റിയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ C5ൽ മെയ് 1 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ബെഞ്ച്മേറ്റ്സ് എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് കഥ പറഞ്ഞു പോകുന്നത്. കൂട്ടുകാർക്കിടയിലെ ബന്ധം, പ്രണയം, ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ, ക്യാമ്പസ് ജീവിതത്തിലെ സന്തോഷം എന്നും പറയുന്നുണ്ട്. ബാച്ച്മാറ്റ്സിന്റെ ഒരു കോളേജ് ലൈഫ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വെബ് സീരീസ് ആണ്. 4 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും അവരുടെ ജീവിതവുമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ബാച്ച്മാറ്റ്സിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് OTT വാങ്ങിച്ചിരിക്കുന്നത്. തെലുങ്ക് ലാംഗ്വേജിലാണെങ്കിലും ഈ ഒരു സീരീസ് ഇറങ്ങുന്നതെങ്കിൽ ഇതിന്റെ ഡബ് മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിലും അവൈലബിൾ ആണ്. ഏപ്രിൽ 30 ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ബസൂക്ക സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ് ബസൂക്ക. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT മെയ് ആദ്യ വാരം തന്നെ OTT റിലീസ് ചെയ്യും. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.